എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി എന്ന് പറഞ്ഞാൽ ചാറുകറിയൊന്നും അല്ല കേട്ടോ, ഒരു നല്ലൊരു എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ എരിശ്ശേരി നമ്മൾ പണ്ടൊക്കെ ഇഷ്ടം പോലെ നമ്മൾ എരിശ്ശേരികളൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ് എരിശ്ശേരിയൊക്കെ വെക്കുന്നത്. പക്ഷെ ഞാനിന്നൊരു എരിശ്ശേരി വയ്ക്കാൻ പോവാണ്. അതിന്റെ സാധനങ്ങളെല്ലാം എടുത്തിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് വയ്ക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങൾ അറിയോ, രാവിലെ ഈ എരിശ്ശേരിയൊക്കെ വെക്കാൻ പോകുന്ന എന്തൊരു താമസം, ഒരു താമസവും ഇല്ല കേട്ടോ. നമ്മൾ ഇന്നലെ 1 കിലോ മത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചേന, നമ്മുടെ പറമ്പിലെ ചേനയായതുകൊണ്ട് നമ്മൾ ചേന തൂക്കിയതല്ല. അത് ഏകദേശം ഒരു 3/4 കിലോയോളം ഉണ്ട്. 1 കിലോ തികച്ചു വരില്ല ആ ചേന. അപ്പൊ നമ്മൾ 2 പിടുത്തം പയർ ഇന്നലെ നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പൊ 2 പിടുത്തം പയറുണ്ട്. ഇത്രയും സാധനമാണ് എരിശ്ശേരിക്ക്. പിന്നെ നമ്മൾ ഒരു തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. അതിന്റെ കുറച്ച് അരച്ചും ചേർക്കണം, കുറച്ച് നമുക്ക് വറുത്തിടണം. എരിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറക്കുന്നതിനാണ് അതിന്റെ രുചി. എത്ര പച്ചത്തേങ്ങ അരച്ചാലും എരിശ്ശേരിക്ക് രുചി വരും. നമ്മൾ സ്വല്പം തേങ്ങ വറുത്തിട്ടാലുണ്ടല്ലോ, ഒരു പ്രത്യേക രുചിയാണ് ആ എരിശ്ശേരിക്ക്. പിന്നെ അതിന് വേണ്ടുന്ന വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ചേർക്കണം, അതിന് ഇച്ചിരി ജീരകവും അരക്കണം. പിന്നെ കറിവേപ്പിലയുണ്ട്. ഇത്രയും സാധനമേ ഉള്ളൂ എരിശ്ശേരിക്ക്. നമ്മൾ പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടിയും ചേർക്കണം. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ എരിശ്ശേരിക്ക്. അപ്പൊ ഞാനിതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പൊ നമുക്കിതൊന്ന് അരിയാം. അപ്പൊ നമ്മളിത് ഇങ്ങനെ ചേന കുത്തിയാണ് അമ്മ അങ്ങ് അരിയുന്നത് കേട്ടോ. ഏതാണ്ട് ഒരേ മുഴുപ്പിൽ തന്നെ നമുക്ക് ചേന കിട്ടും. സാധാരണ നമ്മൾ സാമ്പാർ കഷ്ണം അരിയണേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട് അല്ലേ അമ്മ? അതുപോലെ മത്തങ്ങ ഞാൻ കേട്ടോ അരിഞ്ഞു വെച്ചാണ്. മത്തങ്ങ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതും സാമ്പാർ കഷ്ണത്തെക്കാളും അല്പം കൂടെ വലിപ്പത്തിലാണ് നമ്മുടെ മത്തങ്ങയും അരിഞ്ഞേക്കുന്നത്. പയറാണ് നമ്മൾ ഏറ്റവും അടിയിലിടാൻ പോകുന്നത്. നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിലെ പെട്ടെന്ന് വേവുള്ളൂ. അതാണ് ഈസി ആയിട്ട് ഉണ്ടാക്കേണ്ടതുകൊണ്ട് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കേണ്ടത്. രാവിലെ പോകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഓഫീസ് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണ്ട. അതിന് വേണ്ടിട്ട് സ്പീഡിൽ ഉണ്ടാക്കുമ്പോൾ കുക്കർ. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ചേന ഇടുന്നുണ്ട്. ഓക്കെ. ഏറ്റവും മുകളിലാണ് നമ്മൾ മത്തങ്ങ വാരിയിടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മത്തങ്ങയും ചേനയും പയറും കൂടെ നമ്മൾ ഒന്നിച്ച് കുക്കറിന്റെ അകത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിടാൻ പോവാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒരു ചെറിയ സ്പൂൺ ഉപ്പുണ്ട്. ബാക്കി പിന്നെ നമുക്ക് പിന്നെ ചേർത്താൽ മതി. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ചെറിയ സ്പൂണിന്. മത്തങ്ങായ്ക്ക് തന്നെ നല്ല മഞ്ഞളിന്റെ നിറമാണ്. അപ്പൊ നമ്മൾ മഞ്ഞപ്പൊടി, എന്നാലും നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തില്ലെങ്കിൽ രുചി വരത്തില്ല. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത്രയും മതി, എരിവെള്ള മുളക് പൊടി. അപ്പൊ അത് മതി. അപ്പൊ നമ്മൾ ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ടു. ഇനി നമ്മൾ ഇതിന്റെ മണ്ടയിൽ കുറച്ച് കറിവേപ്പിലയും ഇടുവാണ്. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ അടുപ്പേ വെക്കാൻ പോകണം. കുക്കർ അടച്ചൊരു 3 വിസിൽ അടിക്കുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പൊ നമ്മളിത് കുറച്ച് തേങ്ങ നമ്മൾ വറക്കാൻ എടുക്കുന്നുണ്ട്. എരിശ്ശേരിക്ക് വറുത്തിടുക എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പ്രത്യേക രുചി. ഏത് എരിശ്ശേരി വെച്ചാലും നമ്മൾ ഇച്ചിരി തേങ്ങ നമ്മൾ വറുത്തിട്ട് അതിന്റെ പ്രത്യേക രുചിയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ അരയ്ക്കാനുള്ള തേങ്ങ നമ്മൾ കുറച്ചിങ്ങ് എടുക്കുക. ഇത് മതി അരയ്ക്കാൻ. ഇത് മതി, ഇത് അരയ്ക്കാനും. വറക്കാൻ കൂടുതലും പിന്നെ ഒരു 3 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി മുഴുത്ത വെളുത്തുള്ളിയാണ്. അപ്പൊ നമ്മളൊരു 3 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അരയ്ക്കാനും. പിന്നെ ഇത്രയും ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകമേ ഉള്ളൂ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ട. അരിശേരിക്കും മഷി പോലെ ഉണ്ട്. അവിയലിനെക്കാട്ടി ഒരു ശകലം കൂടെ അരഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ കല്ലേല അരയ്ക്കുന്നത്. തേങ്ങ അല്ലല്ലോ, അപ്പൊ കല്ലേല അരയ്ക്കാം. ഇച്ചിരി ഉള്ളതുകൊണ്ട് കല്ലിൽ അരച്ചു. ഇച്ചിരി നോക്കി അത്രയും കഷ്ടത്തിൽ കുറച്ച് തേങ്ങ അരയ്ക്കുന്നുള്ളൂ. വറക്കാൻ നോക്കി ഒത്തിരി ഇരിപ്പുണ്ട് വറക്കാനായിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് അരച്ചുകൊണ്ട് വരാം. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരയ്ക്കും അല്ലേ? വെളുത്തുള്ളിയും ജീരകവും ഇരിക്കുന്നു. ആണോ? വെളുത്തുള്ളിയും ജീരകം പിന്നീട് അരയ്ക്കണം അല്ലേ? ഓക്കെ. ഈ ഒരു പരുവത്തിൽ അരയ്ക്കണം അല്ലേ? ഇനി ഒന്നുകൂടി ഇട്ട് അരയ്ക്കണം? വേണ്ട. അപ്പൊ ഇത്ര അരച്ചാൽ മതി അല്ലേ? അവിയലിന്റെ ഒരു ശകലം കൂടെ അരപ്പുണ്ട്. അതുകൊണ്ട് അമ്മ കല്ലിൽ അരയ്ക്കാന്ന് വിചാരിച്ചത്. കാരണം ഒത്തിരി മഷി പോലെ ഒന്നും ഇതിന് അരയണ്ട. നമ്മൾ തേങ്ങ വറുത്തിടുമ്പോ നമുക്ക് കടിക്കണമല്ലോ തേങ്ങ. ഇനിയിപ്പോ വലിയ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അരച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും തേങ്ങ അരച്ചില്ലേലും കുഴപ്പമില്ല, വറുത്തിട്ടാ മതി. പിന്നെ വെളുത്തുള്ളിയും ജീരകവും അത്യാവശ്യമായിട്ട് അരക്കണം. അപ്പൊ നമ്മൾ ആ വെളുത്തുള്ളിയും ജീരകം അരച്ചെടുക്കാനാണ് ഈ തേങ്ങ ഇച്ചിരി നമ്മൾ അരയ്ക്കുന്നത്. അതിന്റെ കൂടെ ഒരു തേങ്ങ കൂടെ അരച്ചു.
തേങ്ങ ഇത്ര അരച്ചതിന് ശേഷം ലാസ്റ്റ് ആണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയും ജീരകവും കൂടെ കോരി വെച്ച് അരയ്ക്കാൻ പോവാണ്. അത് പക്ഷെ നന്നായിട്ട് അരയ്ക്കും അല്ലേ? ജീരകം അരയണം നന്നായിട്ട്. ജീരകം വെളുത്തുള്ളി നന്നായിട്ട് അരയ്ക്കുന്നുണ്ട്. തേങ്ങയുടെ ഒക്കെ ഒരു പരുവന്തി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് അരച്ചേക്കുന്നത്. ചതഞ്ഞോന്ന് വെച്ചാൽ ചതഞ്ഞല്ല, അരഞ്ഞോന്ന് വെച്ചാൽ അരഞ്ഞല്ല. ഓരോന്നിനും ഓരോ ചതഞ്ഞോന്ന് വെച്ചാൽ ചതഞ്ഞാ പോരാ, അരഞ്ഞോന്ന് വെച്ചാൽ അരയുകയും വേണ്ട അല്ലെ? ഓരോന്നിനും ഭാഗമുണ്ട് നമ്മൾ അരയ്ക്കുന്നതിന്. ആ ഒരു ഭാഗത്തിൽ അരച്ചു. എണ്ണ നമ്മൾ കടുവ് പൊട്ടിക്കാനുള്ള എണ്ണ അടുപ്പ് വെച്ച് എണ്ണ മൂത്തു, അതിനകത്ത് നമ്മൾ ഇച്ചിരി കടുവ് ഇടുവാണ്. കടുവ് മൂത്ത് കഴിക്കും. ഉള്ളിയും കറിവേപ്പിലയും മുളകും നമുക്കങ്ങ് ചെയ്യാം. ഒന്നിച്ച് നോക്കാം. നമ്മൾ മത്തങ്ങയും ചേനയും പയറും കൂടി അങ്ങനെ വെന്തിരിക്കുവാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കടുക് പൊട്ടിക്കുവാണ്. സാധാരണ നോർമൽ കടുക് പൊട്ടിക്കണമല്ലാണ് പൊട്ടിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കടുക് പൊട്ടിച്ചാൽ അതിലേക്ക് തേങ്ങയും കൂടി ഇടും അല്ലേ? അപ്പൊ ഈ തേങ്ങയും കൂടി ഇട്ട് മൂപ്പിക്കണം. അതിന്റെ അകത്ത് നമ്മൾ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അതിന്റെ അകത്തേക്ക് ഇടാവുള്ളൂ. അല്ല നമ്മൾ ഇതിനൊപ്പം തന്നെ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ശരിക്കും മൂക്കത്തില്ല അല്ലേ? മൂക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം നമ്മൾ എരിശ്ശേരിക്കുള്ള തേങ്ങ വറക്കാൻ ഇതിന്റെ കൂടെ ഇടാനായിട്ട്. അപ്പൊ മൂത്തോമേ? ഓക്കെ. അപ്പൊ നമ്മൾ മൂത്ത് അപ്പൊ നമ്മൾ തേങ്ങയും കൂടെ ഈ ഒരു പരുവത്തിലാണ് അതിന്റെ അകത്തേക്ക് ഇടുന്നത്. തേങ്ങ വേണം. അത് അരക്കണേക്കാളും കൂടുതൽ തേങ്ങയാണ് നമ്മൾ വറക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, ഇത് വറുത്തതിന് ശേഷം ഇതിനൊരു പരുവം നിങ്ങളെ കാണിക്കാം. ആ പരുവം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം. തേങ്ങ അങ്ങനെ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നന്നായിട്ടൊന്ന് ശരിക്കും ചുമന്ന് അല്ലേ ശരിക്കും മൂപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ നിങ്ങളൊരു കാര്യം കൊണ്ട് കാണിച്ചു തരാവേ. നമ്മുടെ മത്തങ്ങയും ചേനയുടെ വേവിച്ചത് ഇപ്പൊ ഈ ഒരു പരുവത്തിലോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കുടഞ്ഞിടാം. ഓക്കെ. അതുപോലെ നമ്മുടെ തേങ്ങ അരച്ചത് ഇവിടെ അതും ഇരിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ മത്തങ്ങ ചേനയും കൂടെ നമ്മുടെ ഈ വറുത്തതിലേക്ക് നേരെ കിട്ടും അല്ലെ? ഒപ്പം പയറും കൂടെ. ഇപ്പൊ കാണുമ്പോ നിങ്ങൾക്ക് ഒരു ലുക്ക് ഒന്നുമില്ല, പക്ഷെ നല്ല ലുക്ക് ഇപ്പൊ തന്നെ ആയി വരും. അത് തേങ്ങ അരച്ചതും കൂടെ കിട്ടാം. അത് തന്നെ. തേങ്ങ അരച്ചെന്നും പറയാനുള്ളൂ, ഒന്ന് ചതച്ചു വാരി എടുത്ത പോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ? അറിയിക്കുന്നില്ല. കപ്പയേക്കാളും കുറച്ചും കൂടെ ഇറങ്ങും, അത്ര മാത്രമേ ഉള്ളൂ. തരിയൊക്കെ നന്നായിട്ടുണ്ട്. ശകലം ചൂടുവെള്ളം ഒഴിക്കണം അതിനകത്തോട്ട്. നമ്മുടെ എരിശ്ശേരി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനി എന്നാ ചെയ്യുന്നത്? ഇപ്പൊ കണ്ടു. ഇനിയാണ് ഇതിന്റെ കാഴ്ച അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല. ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അമ്മയുടെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും അല്ലെ, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണേ കേട്ടോ. എന്തായാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉള്ള റെസിപ്പീസിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമെന്ന്. കാരണം നമ്മളിപ്പോ പറയാൻ തുടങ്ങിയതിനു ശേഷം ഒത്തിരി ആളുകൾ ലൈക്കും കമന്റും ഒക്കെ നമുക്ക് കൂടിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. അപ്പൊ ഇപ്പൊ അമ്മ ഇങ്ങനെ ഉടച്ചു ചേർത്തോണ്ടിരിക്കും അല്ലേ അമ്മേ? ഇങ്ങനെ മൊത്തം അത് ഞാൻ നിങ്ങളെ കാണിച്ചത് കൊണ്ടാ. കുക്കറിലെ കഷ്ണങ്ങൾ കാണിച്ചപ്പോ ഫുൾ കഷ്ണങ്ങളായിട്ടായിരുന്നത്. പക്ഷെ നമ്മൾ അത് കണ്ടോ ഇങ്ങനെ ഉടച്ചുടച്ചാണ് കൊടുക്കുന്നത്. എരിശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഒഴിച്ചുകറി പോലത്തെ ചാറല്ല, എന്നാൽ ഡ്രൈ ആയിട്ടുള്ള കറിയാണെന്ന് വെച്ചാൽ അതുമല്ല. ഒരു കുറുകൻ രീതിയിൽ അല്ലെ, ഒരു കുറുകൻ രീതിയിലാണ് ഇരിക്കുന്നത് എരിശ്ശേരി. ഇവിടെയൊക്കെ എരിശ്ശേരിക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടോ ഞങ്ങളുടെ വീട്ടില്. കാരണം എരിശ്ശേരി ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ എരിശ്ശേരി കൂട്ടി കഴിക്കും, ചുമ്മാ എരിശ്ശേരി കഴിക്കും. പിന്നെ ഇത് മത്തങ്ങയും ചേനയും ഒക്കെ ആയതുകൊണ്ട് തന്നെ, പയറും ഒക്കെ ആയതുകൊണ്ട് നല്ല സാധനമാണ് കഴിക്കാൻ. എന്റെ വയറിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ എരിശ്ശേരി പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. രാവിലെ ഒക്കെയാണെങ്കിൽ എരിശ്ശേരി ഉണ്ടാക്കാന്ന് ഒരു ചടങ്ങേ അല്ല. ചക്ക കൊണ്ട് ഇതുപോലെ തന്നെ എരിശ്ശേരി ഉണ്ടാക്കാം അല്ലേ അമ്മേ? ചക്ക കൊണ്ട് എരിശ്ശേരി വെക്കാം. ശകലം വെള്ളം കൂടെ ചേർക്കണം, അല്ലെ വെയിൽ ഇപ്പൊ ചൂടല്ല, അപ്പൊ കുറുകി പോകും. കുറുകും, കട്ടിയാവും. അങ്ങനെ കട്ടിയാവുകയും ചെയ്യും. എരിശ്ശേരി ഒഴിച്ച ഒഴുകരുത്, എരിശ്ശേരി വിളമ്പുന്നിടത്ത് ഇരിക്കണം, വിളമ്പുന്നിടത്തിരിക്കണം എരിശ്ശേരി. അപ്പൊ ഈ ഒരു പരുവം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്ര സ്പീഡിൽ പറഞ്ഞത് അറിയാം, രാവിലെ പോകാനുള്ള തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടാകുന്ന കാണിക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതുകൂടെ കാണിക്കാവേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് ഭയങ്കര പോഷക സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു താറാമുട്ട പുഴുങ്ങിയതുണ്ട്, പിന്നെ ഒരേത്തപ്പഴമാണ്, ഒരേത്തപ്പഴം രണ്ടായിട്ട് മുറിച്ച് പുഴുങ്ങിയതുണ്ട്. അതിന്റെ കൂടെ നമ്മളിത് കഴിക്കുന്ന വേറെ സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാവേ. കണ്ടോ,
ഇത് നമ്മുടെ കൂവ കുറുക്കിയതാണേ. അപ്പൊ പാലും കൂടി രാവിലെ ഒന്നും ഉണ്ടാക്കാനുള്ള ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പറ്റിയില്ല. നമ്മൾ രാവിലെ എരിശ്ശേരി ഉണ്ടാക്കിയോണ്ട് കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ ഈ കൂവ കുറുക്കിയത്, എനിക്കവിടെ സ്പൂൺ ഉണ്ട് കേട്ടോ, അപ്പൊ സ്പൂണും കൊണ്ട് കഴിക്കാം. അപ്പൊ അതെ ഈ കൂവ കുറുക്കിയതും കൂടെ ഞാൻ ഇച്ചിരി അതിന്റെ അകത്തേക്ക് ഒഴിക്കുക. കണ്ടോ, അങ്ങ് ഒഴിച്ചു വന്ന ഇത് മതിമേ. കണ്ടോ, ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പോഷകസമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് രാവിലെ അമ്മ ഇതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കായത് കൊണ്ടാണ് കേട്ടോ. അമ്മ ഉപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ നേരം പുലർന്നു കേട്ടോ. കാരണം നമ്മുടെ വെന്റിലേഷൻ ജനലിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം വെട്ടം വീണു തുടങ്ങി. അപ്പൊ രാവിലെ എന്തായാലും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയോ, അപ്പൊ നമ്മുടെ എരിശ്ശേരി അമ്മ അങ്ങനെ റെഡിയാക്കി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു എരിശ്ശേരിയാണ്. കണ്ടില്ലേ, രാവിലെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ എപ്പോഴും അമ്മ എന്നോട് പറയും ഇങ്ങനെ കോരി 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 ഒഴിക്കല്ലടാന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറി ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും കോരി ഒഴിക്കരുത്. കറി വെച്ചാൽ കറി ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ എരിശ്ശേരി ഇന്നത്തെ. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റുള്ള എരിശ്ശേരി. അപ്പൊ ഇന്നത്തേക്ക് ഫുൾ ആയിട്ടുള്ള നമ്മുടെ കറിയും വീട്ടിലേക്കുള്ള കറിയുടെ പരിപാടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ എരിശ്ശേരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ള ഏത് കറിയെക്കാട്ടിലും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഈ എരിശ്ശേരി. എരിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചോറ് ഉണ്ടില്ലേ, നമുക്ക് ഇച്ചിരി എരിശ്ശേരിയൊക്കെ കൂട്ടി ഇച്ചിരി കടിച്ചായൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ നമുക്കൊരു സന്തോഷം. പിന്നെ മറ്റുള്ള ഏത് കറി ഉണ്ടാക്കുന്ന പോലെയല്ല, ഏറ്റവും എളുപ്പമാണ്. സാമ്പാർ വെക്കണം, അവിയൽ വെക്കണം, ഇങ്ങനെയുള്ള എന്ത് കറി രാവിലെ ഉണ്ടാക്കുന്നേക്കാളും എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എരിശ്ശേരി. ഒട്ടും സമയം വേണ്ട ഉണ്ടാക്കാനായിട്ട്. തേങ്ങ വറക്കുന്ന ഒരു ബുദ്ധിമുട്ടും, തേങ്ങ ചിരണ്ടണ തലേദിവസം തേങ്ങ ചിരണ്ടി വെക്കുവാണെങ്കിൽ അത്ര എളുപ്പം. വേണേൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസിലൊക്കെ പോകേണ്ട ആൾക്കാരാണ്, വെളുപ്പിനെ പോകേണ്ട ആൾക്കാരാണെങ്കിൽ അല്ലെ തേങ്ങ വറക്കാനുള്ള ഒരു താമസം മാത്രമാണ് എരിശ്ശേരിക്കുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റും നിങ്ങൾ മറക്കരുത്. അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.